ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. വയനാടും ചേലക്കരയും ഇന്ന് വീണ്ടും ബൂത്തിലേക്ക്. ജാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്കു നൽകിയ ഞെട്ടൽ അപ്രതീക്ഷിതമായിരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ജീവൻമരണ പോരാട്ടത്തിലുള്ള ഇന്ത്യാ സഖ്യത്തിന് നിർണായകമായ ജാർഖണ്ഡിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ ആകെ 81 സീറ്റിൽ 43 ഇടത്തും ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകും. പ്രിയങ്ക ഗാന്ധി ആദ്യമായി ജനവിധി തേടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉപതിരഞ്ഞെടുപ്പ് ഇന്നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതിനാലാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ്. എംഎൽഎയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചതുകൊണ്ടാണ് ചേലക്കര പുതിയ എംഎൽഎയെ തിരഞ്ഞെടുക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ന് ഉപതിരഞ്ഞെടുപ്പുണ്ട്. അസം 5 മണ്ഡലങ്ങൾ, ബീഹാർ 4, ഛത്തീസ്ഗഡ് 1, ഗുജറാത്ത് 1, കർണാടക 3, മധ്യപ്രദേശ് 2, മേഘാലയ 1, രാജസ്ഥാൻ 7, സിക്കിം 2, ബംഗാൾ 6. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ രാഷ്ട്രീയ പരീക്ഷണമായ ജൻ സുരാജ് പാർട്ടി ആദ്യമായി ജനവിധി തേടുന്ന തിരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വാർത്താസമ്മേളനം. PV അൻവറിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വാർത്താസമ്മേളനം നടത്തിയതിന് PV അൻവർ MLAയുടെ പേരിൽ കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. റിട്ടേണിംഗ് ഓഫീസറാണ് ചേലക്കര പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് അൻവർ ഇന്ന് രാവിലെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനം നടക്കുന്നതിനിടെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയതോടെ നാടകീയ രംഗങ്ങളായിരുന്നു ചേലക്കരയിൽ ഉണ്ടായത്. നിശബ്ദ പ്രചാരണത്തിനിടെ വാർത്താസമ്മേളനം നടത്താനാകില്ലെന്ന് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. ചട്ടം ലംഘിച്ചതിന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷമാണ് ഉദ്യോഗസ്ഥ സംഘം മടങ്ങിയത്. നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചട്ടലംഘനമാണെന്ന് അറിയിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ അൻവർ തിരിച്ചേക്കുകയും ചട്ടം കാണിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. മുന്നണികൾ തുക ചെലവാക്കിയതിൽ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്നു പറയാനായിരുന്നു വാർത്താസമ്മേളനം. പോയ കോടാലിയെ പിണറായി എന്തിനാണ് പേടിക്കുന്നതെന്നും അൻവർ ചോദിച്ചു. കോളനികളിൽ ഇടതുമുന്നണി മദ്യവും പണവും ഒഴുക്കുകയാണെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. എന്തിനാണ് പിണറായി ഭയപ്പെടുത്തുന്നതെന്ന് അറിയില്ല. രാവിലെ തന്നെ പോലീസ് വന്ന സ്റ്റാഫിനെയും ഹോട്ടലുകാരെയും ഭീഷണിപ്പെടുത്തുന്നു. ചെറുതുരുത്തിയിൽ നിന്ന് 19 ലക്ഷം രൂപ പിടിച്ചെടുത്തു. മരുമകനല്ലേ അവിടെ ക്യാമ്പ് ചെയ്യുന്നത്? അവിടെ നിന്നല്ലേ ഈ പണം മുഴുവൻ ഒഴുകിയത്? തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് കവറിലാക്കി പണം കൂടി വെച്ചാണ് കോളനികളിൽ വിതരണം ചെയ്യുന്നത്, അൻവർ ആരോപിച്ചു. MLAക്കെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതിയുടെ അനുമതി കൂടി തേടേണ്ടതുണ്ട്. ഇതിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ പോലീസ് അപേക്ഷ നൽകും. പലസ്തീൻകാരെ ഒഴിപ്പിച്ച് വടക്കൻ ഗാസ കൂട്ടിച്ചേർക്കാൻ ഇസ്രയേൽ. വടക്കൻ ഗാസയിൽ ശേഷിക്കുന്ന പലസ്തീൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം നടപടി തുടങ്ങി. വടക്കൻ ഗാസ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗമാണിത്. ട്രംപ് അധികാരമേൽക്കും മുൻപ് ഇത് പൂർത്തിയാക്കുമെന്നു റിപ്പോർട്ടുണ്ട്. ജബാലിയ, ബേത്ത് ഹനൂൻ മേഖലകളിൽ 70,000 പലസ്തീൻകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് UN കണക്ക്. ഹനൂനിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്തീൻകാരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്നത്. ദെയ്റിൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 14 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ജബാലിയയിൽ ഇന്നലെ 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 24ആയി. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ 100 കണക്കിനു പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല. വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് 30 ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം 13-ന് US ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് US ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രയേൽ ചെയ്തിട്ടില്ലെന്നും ഓക്സ്ഫാം, സേവ് ദ ചിൽഡ്രൻ, നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ എന്നിവയടക്കം 8 ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി. എന്നാൽ ജബാലിയയിലും ബെയ്ത്ത് ഹാനൂനിലും 100 കണക്കിനു ഭക്ഷണപ്പൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി. ലബനനിലെ ഐൻ യാക്കൂബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രയേലിന്റെ പങ്കാളിത്തം മരവിപ്പിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 43,665 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 1,03,076 പേർക്ക് പരിക്കേറ്റു. ലബനനിൽ 3,243 പേരും കൊല്ലപ്പെട്ടു. ബിരിയാണി ചാലഞ്ചിന്റെ പേരിൽ തട്ടിപ്പ്. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 പ്രവർത്തകർക്കെതിരെ കേസ്. കായംകുളം, മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ ബിരിയാണി ചാലഞ്ച് നടത്തി 1.2 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിലൊരാൾ കാപ്പ കേസ് പ്രതിയാണ്. ദേവികുളങ്ങര പഞ്ചായത്തിൽ കിണർമുക്ക് കേന്ദ്രമാക്കി തണൽ ജനകീയ കൂട്ടായ്മ എന്ന സംഘടന ഉണ്ടാക്കി പണം തട്ടിയെന്നാണ് പരാതി. CPM തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI പുതുപ്പള്ളി മേഖല പ്രസിഡന്റ് അമൽരാജ്,
CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം CB ശിവരാജൻ എന്നിവർക്കെതിരെയാണ് കേസ്. CB കാപ്പ കേസിൽ പ്രതിയായിരുന്നു. ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കു പണം നൽകാനെന്നു പ്രചരിപ്പിച്ച് സെപ്റ്റംബർ 1-നാണ് ഇവർ ബിരിയാണി ചാലഞ്ച് നടത്തിയത്. ഒരു ബിരിയാണിക്കു 100 രൂപ വീതം 1200 പേരിൽ നിന്ന് പണം പിരിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞും പണം അടച്ചില്ല. തുടർന്ന് AIYF പുതുപ്പള്ളി മേഖലാ സെക്രട്ടറി ശ്യാംലാൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. തിരുവമ്പാടി മണ്ഡലത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വയനാട് ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നവംബർ 12 വൈകിട്ട് 6 മുതൽ നവംബർ 13 വൈകിട്ട് 6 വരെയാണ് നിരോധനാജ്ഞ. റാലികൾ, പൊതുയോഗങ്ങൾ, ജാഥകൾ എന്നിവ പാടില്ല. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്യാൻ ഉത്തരവിട്ടത്. ഉത്തരവ് പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ സ്റ്റാറ്റിക് സർവൈലൻസ് സംഘം, ഫ്ലൈയിംഗ് സ്ക്വാഡ് എന്നിവ രംഗത്തുണ്ടാകും. നേരത്തെ നവംബർ 13-ന് തിരുവമ്പാടി നിയോജക മണ്ഡലം പരിധിയിലുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി നൽകണം. ഇതുകൂടാതെ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭ, ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും. വെൽക്കം ഡ്രിങ്ക് ടു മഞ്ഞപ്പിത്തം. കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി ഗുരുതരമെന്ന് ഡോക്ടർമാർ. ജില്ലയിൽ കുറയാതെ മഞ്ഞപ്പിത്ത രോഗബാധ. സെപ്റ്റംബർ മുതൽ കുത്തനെ ഉയർന്ന രോഗബാധ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഈ മാസത്തെ ആദ്യ ആഴ്ചയിൽ മാത്രം 54 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളുണ്ടാവുകയും ലാഭപരിശോധന നടത്താത്തതുമായ രോഗികൾ ഇതിന്റെ 4 ഇരട്ടി വരും. ജില്ലയിൽ കോർപ്പറേഷനിലും ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗബാധയ്ക്ക് ഇടയാക്കിയതെന്ന് സംശയിക്കുന്ന ജലസ്രോതസ്സുകളുടെ സാമ്പിളുകൾ പരിശോധിക്കുകയും ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്ന കടകളിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലയിടത്തും രോഗം നിയന്ത്രിക്കാനാകുന്നില്ല. വൈറസ് ബാധയുണ്ടായ രോഗിക്കു ലക്ഷണങ്ങളുണ്ടാകുന്നതിന് 2 ആഴ്ച മുൻപ് തന്നെ ഇയാൾ രോഗം പടർത്തിയിട്ടുണ്ടാകുമെന്നതാണ് പ്രധാന വെല്ലുവിളി. രോഗബാധയുണ്ടായവർക്കു നേരത്തെ ചെറിയ ചികിത്സ കൊണ്ട് ഭേദമാകുമായിരുന്നു. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്നു ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. പലതരം സങ്കീർണതകൾ മൂലം രോഗബാധിതരിൽ പലരും മരണത്തിനു കീഴടങ്ങുന്ന സാഹചര്യമാണ്. ആഘോഷങ്ങളിലും ചടങ്ങുകളിലും വിതരണം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്കുകൾ അതീവ അപകടകരമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുചിത്വമില്ലാത്ത വെള്ളത്തിലുണ്ടാക്കിയ ഐസ് മഞ്ഞപ്പിത്തത്തിനു കാരണമാകും. ശീതള പാനീയങ്ങൾ, സംഭാരം, ഐസ്ക്രീം എന്നിവയിൽ ചേർക്കുന്ന വെള്ളം ശുദ്ധമല്ലാത്തതും മഞ്ഞപ്പിത്തം പെരുകാൻ കാരണമാണ്. ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നു, മരണകാരണമാകുന്നെന്ന് ഡോക്ടർമാർ ഇന്നലെ അത്യാഹിത വിഭാഗത്തിൽ 25 വയസ്സായ ചെറുപ്പക്കാരൻ. 4-5 ദിവസത്തെ പനിയും ഛർദിയും തുടർന്ന് ശക്തമായ ക്ഷീണവും. കഴിഞ്ഞ ദിവസം മുതൽ പെരുമാറ്റത്തിൽ വ്യത്യാസം. അത്യാഹിത വിഭാഗത്തിൽ ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിച്ചു. കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇന്ന് രാവിലെ കാണുമ്പോൾ വെന്റിലേറ്ററിൽ. അത്യന്തം വേദനിപ്പിക്കുന്ന കാഴ്ച. ഇത് 1-മത്തെയോ 2-മത്തെയോ അല്ല. നിരവധി പേർ ഇതിനോടകം ഹെപ്പറ്റൈറ്റിസ് എയ്ക്കു കീഴടങ്ങി. മിക്കവാറും ചെറുപ്പക്കാർ, നേരത്തെ ഒരു രോഗവുമില്ലാത്തവർ. എന്നാൽ ഇപ്പോഴും ഇതിനൊരു അന്ത്യം കാണാൻ കഴിയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിൽ മിക്കവാറും എല്ലാ ദിവസവും 5-6 പേര് ഹെപ്പറ്റൈറ്റിസ് എയെ തുടർന്ന് അഡ്മിറ്റ് ആകുന്നുണ്ട്. ഇവിടെ അഡ്മിറ്റ് ആകുന്നത് പുറത്തുനിന്ന് റെഫർ ചെയ്തു വരുന്നവരും സങ്കീർണതകളുള്ളവരും ആകണമല്ലോ. അപ്പോൾ സമൂഹത്തിലെ അണുബാധയുടെ എണ്ണം ഊഹിക്കാമല്ലോ. രോഗികളിൽ പലതരം സങ്കീർണതകൾ, മരണം വരെ. ചികിത്സിക്കുമ്പോൾ ഭയമാണിപ്പോൾ. നിത്യേന പുതിയ രോഗികൾ വരുന്നു എന്നത് ഒട്ടും ആശാവഹമല്ല. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തേ വീണ്ടും വീണ്ടും അണുബാധ? ശ്രദ്ധ വേണ്ടത്ര പതിയുന്നില്ല എന്നർത്ഥം. ഇപ്പോഴും നമ്മൾ വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്നു എന്നാണ് അർത്ഥം. കാര്യം ഗൗരവമായി എടുക്കണം. ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചുകൂടാ. നമുക്ക് തടയാവുന്ന രോഗമാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VK ഷമീർ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. വെള്ളം കുടിക്കുമ്പോൾ ജാഗ്രത വേണം. മലിനജലത്തിൽ നിന്നാണോ മഞ്ഞപ്പിത്തം പടരുന്നത് എന്നതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വീട്ടിൽ പോലും തിളപ്പിച്ചാറിയ വെള്ളമോ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളമോ ഉപയോഗിക്കുക. ജ്യൂസ് കടകളിൽ തിളപ്പിച്ചാറിയതോ വിശ്വസിക്കാവുന്ന പ്യൂരിഫയറിൽ നിന്ന് എടുത്തതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഹോട്ടലുകളിൽ വെള്ളം നൽകുമ്പോൾ പകുതി തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ചു തണുപ്പിക്കാതിരിക്കുക. കുപ്പി വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുക. വിശ്വസിക്കാവുന്ന ബ്രാൻഡാണെന്നും സീൽ പൊട്ടിക്കാത്ത കുപ്പിയാണെന്നും ഉറപ്പാക്കുക. എപ്പോഴും യാത്ര ചെയ്യുന്നവർ, പുറമേ നിന്നുള്ള ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടി വരുന്നവർ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള വാക്സിൻ എടുക്കുക. പനിക്ക് സ്വയം ചികിത്സ തേടരുത്. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണം. മന്ത്രി വീണ ജോർജ്. ഏത് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാല് പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തില് ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം. പ്രാരംഭഘട്ടത്തില് ചികിത്സിക്കാത്തതുകൊണ്ടാണ് എലിപ്പനി മരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. എലിപ്പനി സാധ്യതയുള്ളവർക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ സർക്കാര്, സ്വകാര്യ ആശുപത്രികൾ ഉറപ്പാക്കണം. മലിനജലത്തിലിറങ്ങിയവരിലെ ഡോക്സിസൈക്ലിന് കഴിക്കാത്തവരിലെ മരണനിരക്ക് കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
അതിനാൽ മലിനജലത്തിലിറങ്ങിയവര് നിർബന്ധമായും ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണം. കൈകാലുകളിലെ മുറിവുകളുള്ളവര് മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് ലെവല് റാപ്പിഡ് റെസ്പോൺസ് ടീം ആർആർടി യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തി. എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളെ കൊണ്ടുള്ള മരണങ്ങള് തദ്ദേശ സ്ഥാപന തലത്തില് അടുത്ത 2 ആഴ്ച വിലയിരുത്താന് മന്ത്രി നിർദ്ദേശം നൽകി. പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ അടിസ്ഥാനത്തില് പ്രാദേശികമായി അത് ചർച്ച ചെയ്ത് വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കണം. ഗവേഷണ അടിസ്ഥാനത്തില് പഠനം നടത്താനായി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഹെപ്പറ്റൈറ്റിസ് എ, മലേറിയ, H1N1 തുടങ്ങിയ രോഗങ്ങളും പൊതുവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാന് പാടുള്ളൂ. സാലഡ്, ചട്നി, മോര് എന്നിവയിൽ ഉപയോഗിക്കുന്ന വെള്ളവും തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം. കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം. മണ്ണിലും ജലത്തിലും കലരുന്ന മാലിന്യം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നത്. അവബോധം ശക്തമാക്കണം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടര്, നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടര്, ആരോഗ്യ വകുപ്പ് ഡയറക്ടര്, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടര്, ISM ഡയറക്ടര്, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാര്, ആർആർടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂനമർദ്ദവും ചക്രവാതചുഴിയും. കേരളത്തിൽ 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനു മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാതചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 13 മുതൽ 16 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 5 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 2024 നവംബർ 13 പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്. 2024 നവംബർ 14 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്. 2024 നവംബർ 15 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്. 2024 നവംബർ 16 എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തന ഫണ്ട് സമാഹരിച്ചു നൽകി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് NSS വിദ്യാർത്ഥികൾ കോടഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തന ഫണ്ട് നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ബിജോയ് തോമസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ജോസഫ് പാലക്കിൽ, സെക്രട്ടറി ജോസ് പട്ടേരിയിൽ എന്നിവർക്ക് സാന്ത്വന പരിചരണ ഫണ്ട് കൈമാറി. കോടഞ്ചേരിയിൽ 19 വർഷത്തോളമായി യാതൊരുവിധ പ്രതിഫലച്ചയുമില്ലാതെ ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി നാളിതുവരെ 2575 പരം രോഗികൾക്ക് പാലിയേറ്റീവ് പ്രവർത്തകർ നൽകിവരുന്ന സാന്ത്വന പരിചരണമെന്ന മഹത്തായ സേവനം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. ബഹുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ 81 വോളണ്ടിയർമാർ സേവനം ചെയ്യുന്നു. വിവിധങ്ങളായ പരിചരണങ്ങൾക്ക് ഡോക്ടർ, നഴ്സ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനങ്ങൾ രോഗികൾക്ക് സൗജന്യമായി നൽകിവരുന്നു. നിലവിൽ 405 രോഗികൾ പരിചരണത്തിലുണ്ട്. മാസം തോറും സുമനസ്സുകൾ നൽകിവരുന്ന സഹായം കൊണ്ടാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഓരോ വർഷവും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചെലവുകൾ കൂടി വരികയാണ്. കഴിയുന്ന ചെറിയ തുകകൾ നൽകി ദുരിതമനുഭവിക്കുന്നവർക്ക് കൂട്ടിരിപ്പുകാരാകാനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവേണ്ടതാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഗ്രൂപ്പ് കമ്പനി, പട്രോൾ ലീഡേഴ്സ്, NSS ലീഡേഴ്സ്, ഗൈഡ് ക്യാപ്റ്റൻ ലീന സക്കറിയാസ്, NSS പ്രോഗ്രാം ഓഫീസർ അഖിൽ ടോം മാത്യു, സ്കൗട്ട് മാസ്റ്റർ ഷീൻ പി ജേക്കബ് എന്നിവർ സ്കൂളിലെ പാലിയേറ്റീവ് പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകി. വാഹനം വിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് 14 ദിവസത്തിനകം ആർസി മാറ്റണം. കേസ് വന്നാൽ 1-ാം പ്രതി വാഹന ഉടമ. വാഹനവിൽപ്പന നടന്നുകഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹനസംബന്ധിയായ ഏത് കേസിലും 1-ാം പ്രതി RC ഉടമയാണ്. വാഹനം കൈമാറി 14 ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ RT ഓഫീസിൽ നൽകണം. തുടർന്ന് ഉടമസ്ഥത കൈമാറ്റ ഫീസടവ് നടപടി പൂർത്തിയാക്കണം. 15 വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലവും നൽകണം. വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തണം. വാഹനം വിറ്റശേഷമുള്ള പരാതികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്.
വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും ഒരു പേപ്പറിലോ മുദ്രപത്രങ്ങളിലോ ഒപ്പിട്ട് വാങ്ങിയതിന്റെ പേരില് വാഹന കൈമാറ്റം പൂർത്തിയായെന്നു കരുതരുതെന്ന് വാഹനവകുപ്പ് പറയുന്നു. കോടഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിലേക്ക് വിവിധ തസ്തികളിൽ ജോലി ഒഴിവുകൾ. ഓഫീസ് ഇൻചാർജ്, അക്കൗണ്ടന്റ്, HR. യോഗ്യത: ഗ്രാജുവേഷൻ ആൻഡ് എബോ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലോജിസ്റ്റിക്സ് ഫീൽഡിലുള്ള പ്രവൃത്തി പരിചയം, ബേസിക് കമ്പ്യൂട്ടർ നോളജ്. താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അപ്ഡേറ്റഡ് ബയോഡാറ്റ അയക്കുക. 9645425184. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.